നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. ട്രംപ് എന്ന കുറുക്കന്റെ തന്ത്രം പൊളിയുന്നു. ഇരട്ട പ്രഹരശേഷിയുള്ള ആയുധം പ്രയോഗിച്ച് ഭാരതത്തെ വരുതിയിലാക്കി പുരോഗതി തടയാനായിരുന്നു ട്രംപിന്റെ പദ്ധതി. ഉക്രൈൻ യുദ്ധം നിർത്തുന്നത് വരെ റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങരുത്. വിഷയം ഉക്രൈന്റെ പരമാധികാരവും മനുഷ്യത്വപരവും. ലോകസമാധാനം ട്രംപിന്റെ ലക്ഷ്യം. മനോഹരമായ മഹാനായ മനുഷ്യസ്നേഹി. ഇയാൾ പറയുന്നത് കേട്ട് ദീർഘകാല സുഹൃത്തായ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വേണ്ടെന്ന് വച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ റഷ്യ ബന്ധം തകരുമായിരുന്നു. ട്രംപിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും ഭീഷണി പ്രത്യേകമാണ് ഭാരതത്തിന് വന്നത്. നരേന്ദ്രമോദി പക്ഷേ കേട്ടതായി പോലും ഈ ഭീഷണികളെ വകവച്ചില്ല. ആ സമ്മർദ്ദത്തിന് മോദി വഴങ്ങിയിരുന്നുവെങ്കിൽ രാജ്യ താൽപര്യത്തിനേൽക്കുന്ന വലിയ ആഘാതമാകുമായിരുന്നു അത്. ഒറ്റപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു ട്രംപിന്റെ കുറുക്കൻ ബുദ്ധി. ആദ്യം റഷ്യയെ ഇന്ത്യയിൽ നിന്നും അകറ്റുക, ശാക്തിക ചേരിയിൽ നിന്നും ഒറ്റപ്പെടുത്തി ഇന്ത്യയെ താരിഫ് ഭീഷണി കാട്ടി അനുസരിപ്പിച്ച് അതിലൂടെ ഇന്ത്യൻ കാർഷിക മേഖല അമേരിക്കയ്ക്ക് തുറന്നു കെട്ടുക. അമേരിക്കയിലെ പാലുൽപ്പന്നങ്ങളും ജനിതക മാറ്റം വരുത്തിയ സോയാബീൻ മുതലായ ധാന്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കി ഇന്ത്യൻ കാർഷിക മേഖലയെ ആകെ കൈവശപ്പെടുത്തി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പൂർണ്ണമായി തടയുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. ഈ കാപട്യത്തെ നേരിടാനും ഇന്ത്യൻ കാർഷിക സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഉത്തമ താല്പര്യം സംരക്ഷിക്കാനും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എടുത്ത നടപടികൾ പ്രശംസനീയം തന്നെയാണ്. വന്ദേ മാതരം.